എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പപ്പയ്ക്ക, അതായത് കപ്പളങ്ങ എന്ന് പറയും, തോരൻ നാണ് കാണിക്കുന്നത്. അതിൻ്റെ തൊലി ചെത്തി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവരാം. പപ്പയ്ക്ക ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പപ്പയ്ക്ക, ഒരു സവാള, അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ, ഒരു 6 ചെറിയ കാന്താരി മുളക്, 4-5 കഷ്ണം വെളുത്തുള്ളി, കറിവേപ്പില, ഇനി മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ഇടണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ പപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. പപ്പയ്ക്ക ഇട്ട് ഉപ്പിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, കാന്താരി മുളക്, ഒരു 6 കാന്താരി മുളക്, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്രയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം. അടപ്പ് മാറ്റി ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല ഗുണമുള്ള സാധനമാണ് പപ്പയ്ക്ക. ഞങ്ങൾ പപ്പയ്ക്ക എന്ന് പറയും, ചിലർ കപ്പളങ്ങ എന്ന് പറയും. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് 2 മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കാം. അടപ്പ് മാറ്റി ഒന്നും കൂടി നോക്കാം. തോരൻ ഇവിടെ റെഡിയായി. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. അറിഞ്ഞൂടാത്തവർ പപ്പയ്ക്ക കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കണ്ടു പോകുന്നതേ ഉള്ളൂ. ദയവായി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്യാം. തോരൻ ഇവിടെ റെഡിയായി. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ഗുണമുള്ള തോരനാണ് പപ്പയ്ക്ക തോരൻ. നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം.